അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പ്രിയദർശിനി സർവീസ് തുടങ്ങിയതുകൊണ്ട് സ്ത്രീകൾക്കൊക്കെ കുറച്ച് സൗകര്യമൊക്കെ ഉണ്ടെങ്കിലും വല്ലാത്ത തിരക്കാണ് കേട്ടോ. പല ബസ്സുകളിലും പല റൂട്ടുകളിലും നല്ല തിരക്കാണ്. ഈ തിരക്കെന്നൊക്കെ പറഞ്ഞാൽ അത് അപകടകരമായ തിരക്കാണ് എന്നാണ് ഒരു വിഭാഗം ജീവനക്കാർ പറയുന്നത്. KSRTC പ്രിയദർശിനി സർവീസുകളിലെ അമിത തിരക്ക്, ജോലിഭാരം ഇത് കാരണം ജീവനക്കാർ കടുത്ത ആശങ്കയിലാണെന്ന് CITU പറയുന്നു. ഓർഡിനറി ബസ്സുകളുടെ റണ്ണിംഗ് ടൈം വർദ്ധിച്ചതും ഉൾക്കൊള്ളാവുന്നതിലുമധികം യാത്രക്കാരെ കയറ്റേണ്ടി വരുന്നതും ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ഓർഡിനറി സർവീസുകൾ തുടങ്ങണമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റഷീദ് P റിപ്പോർട്ടറിനോട് പറഞ്ഞു. സ്വാഭാവികമായും നമ്മൾക്ക് KSRTCക്ക് ഇതിൽ ലഭ്യമായിട്ടുള്ള ഓർഡിനറി ബസ്സുകളുടെ ലഭ്യതക്കനുസരിച്ച് അല്ല ഇപ്പോൾ ആളുകളുടെ ഈ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രഖ്യാപനം വന്നതോടുകൂടി സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചത് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. 51+13 64 യാത്രക്കാരെ മാത്രമേ നമുക്ക് ഈ പൊതുഗതാഗത സംവിധാനത്തിൽ ബസ്സിലെ ബോഡി ഡിസൈൻ ചെയ്ത് അതിൻ്റെ മറ്റ് സാങ്കേതിക സംവിധാനങ്ങളും സുരക്ഷാ മാനദണ്ഡവും പാലിച്ചുകൊണ്ടാണ് ബോഡി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ സൗജന്യയാത്രയുടെ പ്രഖ്യാപനം വന്നതോടുകൂടി സ്ത്രീ യാത്രക്കാരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയും ബസ് സ്റ്റാൻഡുകളിൽ നിന്നും തൊട്ടടുത്ത പോയിന്റിലേക്ക് കയറുമ്പോൾ തന്നെ യാത്രക്കാരുടെ അമിതമായ എണ്ണം ഇപ്പോൾ സാധാരണഗതി ഇപ്പോൾ 125 മുകളിൽ ഒക്കെ ആളുകൾ ഈ ബസ്സിൽ കയറുന്നുണ്ട്. സ്വാഭാവികമായും വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ, ഈ ഡ്രൈവറും കണ്ടക്ടറും വലിയ ആശങ്കയിലാണ്, വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ജീവനക്കാർക്ക് പറയാനുള്ളത്. സിനോജ് തോമസ് ഉണ്ട്. സിനോജ് തോമസ്, ചില വണ്ടിയിലൊക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മലക്കപ്പാറ റൂട്ടിലുള്ള ബസ്സാണെങ്കിലും ഗവിയിലെ ബസ്സിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വളവൊക്കെ തിരിഞ്ഞ് പോകുന്നത് കണ്ടാൽ നമ്മളുടെ തന്നെ ഉള്ളൊന്ന് കാളും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഓടിക്കുന്ന ഡ്രൈവറുടെയും നിയന്ത്രിക്കുന്ന കണ്ടക്ടറുടെയും ഒക്കെ അവസ്ഥ എന്താണെന്ന് പറയാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ചില ബസ്സുകളിലൊക്കെ ഇരട്ടിയിലധികമാണ് ആളുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒന്നുകിൽ കൂടുതൽ സർവീസുകൾ ഇടുക, അല്ലേ? അതല്ലാതെ മറ്റു മാർഗമില്ലല്ലോ സിനോജ്. അതിനാണെങ്കിൽ നമ്മുടെ കയ്യിൽ ബസ് അധികം സ്പെയർ ഇല്ല താനും. ഇനി എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് സിനോജ്? എന്തായാലും പ്രശ്നം ഗുരുതരമാണ്, അല്ലേ? തീർച്ചയായിട്ടും അരുൺകുമാർ, ഈ പദ്ധതിയെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതിൽ CIT, INTS, BMS എന്നില്ല, പദ്ധതി എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സുരക്ഷാ ഭീഷണിയാണ് അവർ ഉയർത്തി കാണിക്കുന്നതിന്. പരിഹാരം എന്ന് പറയുന്നത് ഈ പീക്ക് ടൈമിൽ, അതായത് രാവിലും വൈകിട്ടൊക്കെ തന്നെ കൂടുതൽ യാത്രക്കാർ കയറുന്ന സമയത്ത് കൂടുതൽ ബസ് അനുവദിക്കുക, അതും പുതിയ ബസ്സുകൾ അനുവദിക്കുക മാത്രമാണ് ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത്. ഈ സുരക്ഷാ ഭീഷണി എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം പറയാം. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ്. എനിക്ക് പുറകിൽ കാണുന്നത് കോഴിക്കോട് ഡിപ്പോയിലെ ഒരു KSRTC പ്രിയദർശിനി ബസ്സാണ്. ഈ ബസ് 2010 ഇറങ്ങിയ ബസ്സാണ്. അതായത് 2010 ഇറങ്ങിയ ബസ് എന്ന് പറയുമ്പോൾ 16 വർഷം പഴക്കമുള്ള ഒരു ബസ്സാണ്. ഇതാണ് ഓർഡിനറി ബസ്സായിട്ട് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും. അതായത് 15ഉം 16ഉം 12 വർഷം പഴക്കമുള്ള ബസ്സുകളിലാണ് ഈ പ്രിയദർശിനി യാത്ര നടത്തുന്നത്. അതിൽ 64 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ തന്നെ 80ഉം 90 ആളുകളൊക്കെ തന്നെ സാധാരണ കയറാറുള്ളതാണ്. പക്ഷേ അതും കവിഞ്ഞ് 120ഉം 140ഉം വരെ യാത്രക്കാർ കയറുന്നു. ഞങ്ങൾ ഇന്നലെ വന്ന സമയത്ത് KSRTC പാലക്കാട്ടേക്കുള്ള ബസ്സിലൊക്കെ തന്നെ ഡോറിൽ നിന്നുകൊണ്ടാണ് വനിതാ യാത്രക്കാർ യാത്ര ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടത്. മറ്റൊരു സുരക്ഷാ ഭീഷണി എന്ന് ഈ ഡ്രൈവർമാരും കണ്ടക്ടറും പറയുന്നത്, ഈ പഴയ ബസ്സുകളുടെ ഡോർ എന്ന് പറയുന്നത് മാനുവലാണ്. അതായത് ഇതുണ്ടോ, ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ തുറന്നു വരുന്ന ഡോറാണ്. അകത്ത് നിൽക്കുന്ന പാസഞ്ചർ, ഡോറിൽ നിൽക്കുന്ന പാസഞ്ചർ അറിയാതെ ഇതിന്റെ അകത്ത് ഇത് പിടിയൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഡോർ തുറന്ന് പുറത്തേക്ക് പോകും. ഡോറിൽ നിൽക്കുന്ന പാസഞ്ചർ റോഡിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, പഴയ ബസ് ആയതുകൊണ്ട് തന്നെ ഈ വയനാട് ഭാഗത്തേക്ക് വന്ന ബസ്സുകൾ ചുരത്തിൽ മണിക്കൂറുകളോളം ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ലൈനർ ചൂട് പിടിച്ച് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. മറ്റൊരു കാര്യം, ഇതിന്റെ സമയം വർദ്ധിച്ചു. അതായത് കോഴിക്കോട് നിന്ന് അടിവാരം വരെ പോകണമെങ്കിൽ 2 മണിക്കൂറാണ് നോർമൽ റണ്ണിംഗ് ടൈം. അത് 2.25 മണിക്കൂറായി. അങ്ങനെ ഒരു ദിവസത്തെ ഷെഡ്യൂൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ 1.5 ദിവസത്തെ ഡ്യൂട്ടി വരുന്നതായും ജീവനക്കാർ പരാതി പറയുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പരാതികൾ, ആശങ്കകൾ ഈ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉയർത്തുന്നുണ്ട്. അത്തരത്തിൽ കൂടുതൽ യാത്രക്കാർ ബസ്സിൽ കയറുന്ന സമയത്ത് ടിക്കറ്റ് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടക്ടർ പിഴ അടയ്ക്കേണ്ട സാഹചര്യം വരും. അതോടൊപ്പം തന്നെ പല ബസ്സുകളും, പഴയ ബസ്സുകളൊക്കെ തന്നെ പോകുന്നത് ചെരിഞ്ഞിട്ടാണ് പോകാറുള്ളത്. ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് പോകുന്നത് കാണാറുണ്ട്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ്. അതായത് ഓവർലോഡായിട്ട് ആളുകൾ കയറുന്ന സമയത്ത് ഈ പഴയ ബസ് ഒരു വശത്തേക്ക്, നമ്മൾ തമാശ പറയില്ല, ആലട്ടം പോകുന്ന രീതിയിലാണ് പോകുന്നത് പറയാം. ആ രീതിയിലാണ് ചില KSRTC ബസ്സുകളൊക്കെ തന്നെ പോകുന്നത്. ഈ ടയറിന്റെ അവസ്ഥയൊക്കെ തന്നെ കണ്ടാൽ അറിയാം, പഴയ വണ്ടിയാണ്. ഇതുപോലത്തെ ടയറുകളൊക്കെ ഇട്ടിട്ടാണ് KSRTC ഓടുന്നത്. അതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്ക് പോകുന്ന പീക്ക് ടൈമുകളിൽ പോകുന്ന ബസ്സുകൾക്ക് പകരമായി കൂടുതൽ പ്രിയദർശിനി ബസ്സുകൾ അനുവദിക്കുക, അതിൽ പുതിയ മോഡൽ ബസ്സുകൾ അനുവദിക്കുക എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഈ പദ്ധതി ആരും എതിർത്ത് പറയുന്നില്ല. നല്ല പദ്ധതിയാണ്. കൂടുതൽ സ്ത്രീകൾ സഞ്ചരിക്കുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. പക്ഷേ കൂടുതൽ സൗകര്യങ്ങൾ എല്ലാ ടൈമിലുമല്ല, രാവിലെ വൈകിട്ടൊക്കെ തന്നെ
തിരക്കുള്ള റൂട്ടുകളിലേക്ക് കൂടുതൽ ബസ്സുകൾ വിന്യസിക്കുമെന്ന് മാത്രമാണ് CIT പോലുള്ള തൊഴിലാളി സംഘടനകൾ പറയുന്നത്. CMDക്ക് ഔദ്യോഗികമായി കത്ത് കൊടുക്കുമെന്ന് CIT പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് മറിഞ്ഞിരിക്കുന്ന ഒരു സുരക്ഷാ ഭീഷണിയാണ്, ജനകീയമായ പദ്ധതിയാണ്. അതിലൊരു അപകടം വരാതിരിക്കാൻ കൂടുതൽ ബസ്സുകൾ ഇറക്കുമെന്ന് മാത്രമാണ് പോംവഴിയുള്ളത്. അരുകുമാർ, ഓക്കെ, ഒരു പ്രേക്ഷകർ വേറൊരു പരാതി കൂടെ പറയുന്നുണ്ട് കേട്ടോ സിനോജെ. നമ്മുടെ സാബു വിജയൻ സാർ, അത് മാത്രമല്ല, സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുള്ള റൂട്ടിൽ ആണുങ്ങൾക്ക് കയറാനും പറ്റുന്നില്ല. ആണുങ്ങൾ കയറാൻ ശ്രമിച്ചാൽ പരിഹാസം നേരിടേണ്ടി വരുന്നു. എന്ത് ചെയ്യും എന്ന് പറയുന്നു. പരിഹാസം ഒന്നും കാര്യമാക്കണ്ട, നമുക്കല്ലേ യാത്ര ചെയ്യേണ്ടത് അല്ലേ? ഇപ്പോൾ പല ട്രോളുകളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. പ്രിയദർശിനി ബസ്സിൽ കയറി പോകരുത് കേട്ടോ, ബാക്കി ഏത് ബസ്സിൽ വേണമെങ്കിലും നിങ്ങൾ പൊക്കോളൂ എന്നൊക്കെ ഭാര്യമാർ പറയുന്ന ചില ട്രോളുകളും റീലുകളും ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. പ്രിയദർശിനി ബസ്സിൽ സ്ത്രീകളൊക്കെ യാത്ര ചെയ്യും, പുരുഷന്മാരും യാത്ര ചെയ്യും എന്നുള്ളതാണ്. വേറെ എന്ത് ചെയ്യും? പുരുഷന്മാർക്കും അവർക്ക് സ്ഥലങ്ങളിൽ എത്തണ്ടേ? ചില റൂട്ടുകളിൽ അതല്ലേ ഉള്ളൂ. ഈ തിരക്ക് പ്രൈവറ്റ് ബസ്സാണെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തുമല്ലോ. KSRTCക്ക് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങളൊന്നും ബാധകമല്ലേ എന്ന് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ചേട്ടൻ ചോദിക്കുന്നുണ്ട്. കൃഷ്ണൻകുട്ടി ചേട്ടൻ ചോദിച്ചത് ശരിയാണ്. കേരളത്തിൽ മൊത്തം റോഡുകളിൽ ഒട്ടും മെയിൻ്റനൻസ് നടക്കുന്നില്ല. നല്ല റോഡുകൾ മുഴുവൻ മെയിൻ്റനൻസ് ഇല്ലാതെ നശിച്ച് കുളമായി പോകുന്നു എന്ന് ജോൺ ഹോനായി എന്ന പ്രേക്ഷകൻ പറയുന്നു. സ്ത്രീകളുടെ സൗജന്യ യാത്ര ഒരുപാട് പാവപ്പെട്ടവർക്ക് ആശ്വാസമാണെന്ന് റോയ് തോമസ് പറയുന്നു. സംശയമില്ല, പക്ഷേ സുരക്ഷിത യാത്രയാവണം, സുഖയാത്രയാവണം. സീറ്റിംഗ് കപ്പാസിറ്റി മാത്രം ആളെ കയറ്റുക, സ്റ്റാൻഡിംഗ് ഒഴിവാക്കി നോക്കിക്കൂടെ എന്ന് നിതിൻ രാജു ചോദിച്ചു. നമ്മുടെ നാട്ടിലോ? അതൊക്കെ വിദേശത്തൊക്കെ ഉണ്ടല്ലോ, ഒരു സീറ്റിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നാലുണ്ടല്ലോ വണ്ടി അവിടെ നിർത്തും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറയും. അതാണ് അവസ്ഥ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മുടെ നാട്ടിൽ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാടൊന്നും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല, എത്തുമായിരിക്കും. പരാതിയുള്ള ജീവനക്കാർ ജോലി ഒഴിവാക്കി പോകണം, പുതിയ ചെറുപ്പക്കാർ വരട്ടെ എന്ന് ഇസ്മയിൽ എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് വല്ലാത്തൊരു അഭിപ്രായമായിപ്പോയി. വണ്ടിക്ക് അപകടകരമായ രീതിയിൽ ആളെ കയറ്റരുത് എന്ന് പറയുമ്പോൾ ആ ഡ്രൈവർ പോയിട്ട് കാര്യമില്ലല്ലോ. അപകടകരമായ ആ തിരക്ക് അവിടെ എപ്പോഴും തുടരുകയല്ലേ? അതിനെയല്ലേ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്.